ആദ്യമൊക്കെ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. എന്തിനാ അപ്പൊ ഇങ്ങനെ കമന്റ് ചെയ്യുന്നു പറഞ്ഞാൽ അമ്മ അച്ഛനോട് പോയി പറയും. ആ അച്ഛനും അമ്മയും ഇങ്ങനെ സങ്കടത്തോണ്ടിരിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് പോകുമ്പോ അവരെന്നോട് പറയും. അപ്പൊ നമ്മളെല്ലാരും ആദ്യം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോ സങ്കടത്തിലായിരുന്നു. ലാലേട്ടന്റെ ബാല്യകാലത്ത് ചെയ്യുന്നില്ലേ ഇങ്ങനെ കൊല്ലണം പുലിയെ കൊല്ലണം എന്ന് പറഞ്ഞിട്ട്. ടീച്ചർ താണ്ടി ഇത് ഇന്റർവ്യൂ ഇത് അപ്പായി കഴിയുമ്പോഴത്തേക്ക് ടീച്ചർ എന്തായാലും കാണും. ടീച്ചർ പൊക്കും സ്കൂളിലോട്ട് തന്നെ തിരിച്ച് ചെല്ലേണ്ടതാ. അവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് ഒരുപാട് വായനാശീലം ഉള്ളവർക്ക് മാത്രം പങ്കെടുക്കാൻ കഴിയുന്ന ഇങ്ങോട്ട് നോക്കണ്ട. ഫസ്റ്റ് ചോദ്യം ഇങ്ങനെ പേടിപ്പിക്കല്ലേ. ഞാൻ വീഡിയോ ചെയ്യുന്ന മാത്രമല്ല, എല്ലാ പണിയും അമ്മയാണ് ചെയ്യുന്നത്. അമ്മയാണല്ലേ ചെയ്യുന്നത്. അപ്പം വീഡിയോ ആയിട്ട് ഒരു ബന്ധവും നമ്മൾ ചെയ്യുന്നു, ഞാൻ ചെയ്യുന്നു, പോന്നു, പഠിക്കുന്നു, എല്ലാം അമ്മയാണ്. ഒരാൾ നെഗറ്റീവ് കമന്റ് ഇട്ടാല് ബാക്കിയുള്ളവർ ഇട്ടോണ്ടിരിക്കും. ഒരാള് പോസിറ്റീവ് കമന്റ് ഇട്ടാല് അവര് ആ കമന്റ് നോക്കിയാൽ എല്ലാം നല്ല 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 കമന്റ് ആയിരിക്കും. മലയാട്ടി വാറാത്തു മാലാത്തി മൊടാത്തി മണ്ണെടുപ്പ പോഞ്ചാളു. ഹലോ ഹായ് നമസ്കാരം. യു വാച്ചിങ് മൈൽസ്റ്റോൺ മേക്കേഴ്സ് ആൻഡ് ദിസ് ഇസ് മീ ശിവജിത്ത്. ആൻഡ് നമ്മളിപ്പോൾ ഉള്ളത് കുറിഞ്ഞി സിനിമയുടെ കുറച്ച് വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറിഞ്ഞി സിനിമയുടെ വിശേഷങ്ങൾ പറയാൻ നമ്മളോടൊപ്പം ഉള്ളത് പൊന്നിയും ഇവിടെ നമ്മുടെ കുറിഞ്ഞിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. ലെറ്റ്സ് വെൽക്കം അനിഷിത ആൻഡ് ആവണി ആവൂസ്. ലെറ്റ്സ് വെൽക്കം ടു ദി ഷോ. താങ്ക് യു. അപ്പോൾ എന്താണ് ഏറ്റവും പുതിയൊരു വിശേഷം സിനിമയല്ലാതെ? സിനിമയല്ലാതെ എൻ്റെ ചാനലിന് 1 million ആയി. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഓക്കെ. അപ്പൊ എങ്ങനെയാണ് രണ്ടുപേരും, അതായത് ഇപ്പം ആദ്യം അനിഷിതയും തുടങ്ങാം, എങ്ങനെയാണ് കുറിഞ്ഞിയിലേക്ക് എത്തപ്പെട്ടത്? കുറിഞ്ഞിയിലേക്ക് ഞാനൊരു നാടൻ പാട്ട് ട്രൂപ്പിൽ പാടുന്നുണ്ട്. നാട്ടറിവ് വാമൊഴി പാട്ടുകൂട്ടം സുരഭി വയനാട് എന്നാണ് ട്രൂപ്പിന്റെ പേര്. ഇതിനിടയ്ക്ക് നമുക്കൊരു പാട്ട് കേൾക്കണം. ട്രൂപ്പിന്റെ പേര്. ആ ട്രൂപ്പിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ചന്ദ്രബാബു KK എന്ന് പറയുന്ന സാറാണ്. ആ സാറിലൂടെയാണ് ഞാൻ ഈ കുറിഞ്ഞി മൂവിയിലേക്ക് വരുന്നത്. ഇങ്ങനെ സാറാണ് ഡയറക്ടർ സാറിനൊക്കെ എൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്ത് അവരൊക്കെ പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു ചെയ്യാം, നിനക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് ആദ്യം വല്ലാത്ത ടെൻഷനായിരുന്നു. എനിക്ക് അഭിനയിക്കാൻ അറിയത്തില്ല. അത് ലൊക്കേഷൻ ഇവരുടെ ഒക്കെ കൂടെ വന്ന് കമ്പനിയായി. അപ്പോൾ എല്ലാവരും വല്ലാത്ത സപ്പോർട്ടായിരുന്നു. നിനക്ക് ചെയ്യാൻ പറ്റും, നീ ഇങ്ങനെ ആരോടും മിണ്ടാണ്ടിരിക്കണ്ട എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും കുറച്ച് കോൺഫിഡൻറ്റ് ആയി. അപ്പോഴത്തേക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നി. പിന്നെ ഞാൻ ചെയ്തു വിചാരിക്കുന്നു. ഞങ്ങളായിരുന്നു അവിടുത്തെ ഗുണ്ടകൾ. അതെനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. ഷൂട്ടിംഗ് ലൊക്കേഷനിലെ ഈ വീഡിയോ ഒക്കെ എടുത്ത് നടക്കുന്നതിന് ഡയറക്ടർ സാർ ഒന്നും പറയത്തില്ല? ആരും ഒന്നും പറയത്തില്ലേ? പറയും, സിനിമ ഇറങ്ങാതെ ഇടാൻ പാടില്ല, എടുത്തോ. അതിലെ കുറെ വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തേ കണ്ടായിരുന്നു. അപ്പൊ ഒന്നും പറഞ്ഞില്ലേ? അപ്പൊ അത് ഡയറക്ടർ സാർ പറയുന്നതിന് മുമ്പേ ഇറക്കണ്ടെന്ന് പറഞ്ഞ് അത് പറഞ്ഞ ശേഷമാണ് ഇറക്കിയത്. അവിടെ എന്തെങ്കിലും ഒക്കെ കുരുത്തക്കേട് കാണിച്ചു? അനിഷിത പറ, അവള് കുരുത്തക്കേടേ കാണിച്ചിട്ടുള്ളൂ. ഒരു കുരുത്തക്കേട് പറയാം, എന്താ അവിടെ കാണിച്ചിട്ടുള്ളത്? അവൾ എന്നെ വല്ലാണ്ട് ഡിസ്റ്റർബ് ചെയ്യും. അതെയല്ലേ? ഈ ചേച്ചി എന്താണ് ചെയ്തത് അവിടെ? കുരുത്തക്കേട് പറയട്ടെ. ചേച്ചി എന്നെ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യും. എന്താ ചെയ്ത ചേച്ചി? എന്താ ചെയ്തെന്ന് ചോദിച്ചാ എന്താ ചെയ്തേ? പാട് എന്ന് പറഞ്ഞോണ്ടിരിക്കും. അതൊന്നല്ല, അതൊരു ഡിസ്റ്റർബൻസ് ഒന്നല്ല. ചേച്ചി ചെയ്ത ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത് ഇടക്കിടക്ക് വന്ന് തല്ലും, അതുപോലെ ഞാനും തിരിച്ചു കൊടുക്കും. അത് പിന്നെ വേറെ എനക്കൊന്നും ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നുന്നില്ല. ഞാൻ ചേച്ചി എന്നെ കുറിച്ച് ഡിസ്റ്റർബൻസ് ആയി എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് ഞാൻ ചേച്ചിക്ക് ഇട്ടൊരു പണിയെടുത്തതാണ്. ആവണിക്കുട്ടി, ആദ്യൊരു കാര്യം പറയട്ടെ. ആവണിക്കുട്ടിയെ പറ്റിയിട്ട് ഇപ്പൊ ഒരു പരാമർശിച്ച് പറയുകയാണെങ്കിൽ ആവണിക്കുട്ടി എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ തീരത്തില്ല. അതായത് ആവണിക്കുട്ടി ഒരു ആക്ട്രസ് ആണ്, ഡ്രാമ ജൂനിയറിന്റെ ടൈറ്റിൽ വിന്നർ ആണ്, കലാതിലകമാണ്, യൂട്യൂബർ ആണ്, ഇൻഫ്ലുവൻസർ ആണ്. ഇതിൽ ഏത് മേഖലയിൽ അറിയപ്പെടാൻ ആവണിക്കുട്ടിക്ക് ഇഷ്ടം? അങ്ങനെ ചോദിച്ചാ എല്ലാം. ഇതെല്ലാം കൂടെ ഇപ്പൊ ഇതെങ്ങനെ മാനേജ് ചെയ്യുന്നത്? സ്കൂളും എല്ലാം കൂടെ എങ്ങനെ മാനേജ് ചെയ്യുന്നത്? സ്കൂളിലത്തെ എല്ലാരും സപ്പോർട്ടാണ്. അപ്പോ ഞാൻ ഈ ഇന്റർവ്യൂവിന് വരുന്ന സമയത്ത് തന്നെ എന്റെ ഫ്രണ്ട് ചോദിച്ചു ഈ ഹോംവർക്ക് അയച്ചു തരണോന്ന്.
ഞാൻ പറഞ്ഞു അയച്ചെന്ന ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇപ്പൊ എന്നെ മനസ്സിലായില്ലേ, എല്ലാരും നല്ല സപ്പോർട്ടാണ്. പിന്നെ ഇപ്പൊ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ടീച്ചർ പറഞ്ഞു പ്രശ്നമില്ല, നീ ഇന്റർവ്യൂവിന് പോയിട്ട് വാ, സിനിമ എല്ലാം നല്ല റീച്ച് ആവട്ടെ, അതിന് ശേഷം നീ വന്നതിന് ശേഷം രണ്ട് എക്സാം ഒന്നിച്ച് എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. എക്സാം ഒക്കെ എഴുതാനൊക്കെ ടീച്ചർമാരെ ഒരു ഇളവൊക്കെ തരാറുണ്ടല്ലേ? ടീച്ചർമാരെന്തിനു ലാസ്റ്റ് വഴക്ക് പറഞ്ഞു ആവണിക്കുട്ടിയെ? ലാസ്റ്റ് വഴക്കോ? എന്തോ ഒരു കുരുത്തക്കേട് സ്കൂളിൽ കാണിച്ചല്ലോ. ഞാൻ സ്കൂളിൽ പാവാണ്, എന്റെ ഫ്രണ്ടിനോട് ചോദിച്ചാ മതി. ടീച്ചർ താണ്ട് ഇത് ഇന്റർവ്യൂ ഇത് അപ്പായി കഴിയുമ്പോഴത്തേക്കും ടീച്ചർ എന്തായാലും കാണും. ടീച്ചർ പൊക്കും, സ്കൂളിലോട്ട് തന്നെ തിരിച്ച് ചെല്ലേണ്ടതാ. ധൈര്യമായിട്ട് പറഞ്ഞു. ഇല്ല, ഞാൻ കുരുത്തക്കേട് കാണിച്ചില്ല. നല്ല കുട്ടിയാണല്ലേ? ഓക്കെ. ആണെങ്കിൽ ടീച്ചറിനെ വിളിച്ച് ചോദിച്ചോ, എന്റെ അമ്മയുടെ കയ്യിൽ നമ്പർ ഉണ്ടല്ലേ? ഇത് കഴിഞ്ഞിട്ട് എന്തായാലും ടീച്ചറിനെ വിളിച്ച് ചോദിക്കണം എന്തൊക്കെയാ കുരുത്തക്കേട് കാണിച്ചെന്ന്. ഓക്കെ. അപ്പം അനിശ്ചിതയിലെ ഒരു സമയത്ത് ഇതൊരു പണിയ വിഭാഗത്തിന്റെ ആ ഒരു സമൂഹത്തിനെ പറ്റി പറയുന്ന ഒരു സിനിമയാണ്, സംസാരിക്കുന്ന സിനിമയാണ്. ഇപ്പം എന്താണ് ഈ ഒരു പണിയ സമൂഹം, അതിനെപ്പറ്റി എന്തെങ്കിലും ഒന്ന്? അങ്ങനെ ചോദിച്ചാ ഞാൻ കൺഫ്യൂസ് ആവും. കാരണം ഞാൻ ചെറുപ്പം മുതൽക്കേ ഞങ്ങളുടെ ഇത് കണ്ടു വളർന്ന ആളായത് കൊണ്ട് എനിക്ക് പുറത്തുള്ള ആളാണെങ്കിൽ ഇങ്ങനെ പറയാം ഞങ്ങളുടെ ഇതിനെ കുറിച്ച്. പക്ഷെ എനിക്ക് കൂടെ തന്നെ ഉള്ളത് കൊണ്ട് അതെങ്ങനെയോ പറഞ്ഞു തരേണ്ടതെന്ന് അറിയില്ല. പുറത്തുള്ളവരുമായിട്ട് എന്താണ് ഒരു വ്യത്യാസമായിട്ട് എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ടുള്ളത്? അത് ഞങ്ങളുടെ ലാംഗ്വേജ് വ്യത്യാസം. പിന്നെ ഞാനാണെങ്കിൽ ഇവളെ പോലെയുള്ള ആൾക്കാരുടെ അടുത്ത് സംസാരിക്കില്ല അധികം. പക്ഷെ ഈ ഷൂട്ടിന് വന്ന ടൈമിൽ ഞാൻ മിണ്ടാണ്ട് മാറി നിന്നപ്പോഴും ഇവര് വന്ന് എന്നോട് സംസാരിക്കും. നമുക്കൊരു ചെറിയൊരു ഫൺ സെഗ്മെന്റിലോട്ട് പോയാലോ? ഓക്കെ അല്ലേ? സെഗ്മെന്റിന്റെ പേര് ആഹാ സ്വാഹ. അതായത് ആഹാ സ്വാഹ, അതായത് നിങ്ങൾ പരസ്പര വിരുദ്ധമായിട്ട് സംസാരിക്കണം രണ്ടുപേരും. അതായത് ഒരാള് ഇപ്പൊ വീട് എവിടാന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു എക്സാമ്പിൾ പറയാം, എവിടാന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും ഉത്തരവായിരിക്കണം. മനസ്സിലായി, ഞങ്ങൾ കളിക്കാറുണ്ട്. ചേച്ചിക്ക് മനസ്സിലായോ? ഞാനിപ്പോ ചേച്ചിയുടെ പേരെന്താന്ന് ചോദിക്കുന്നത് എന്ന് വിചാരിച്ചോ. അപ്പൊ ചേച്ചി അതിന്റെ ഉത്തരം പറയാൻ പാടില്ല, മറിച്ച് അതെ നിന്റെ മുടിന്റെ കളർ കറുപ്പാണല്ലേ, അങ്ങനെ എന്തെങ്കിലും. ഇപ്പൊ ഇവിടെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, ആ രീതിയിൽ പോലത്തെ ഇത് തന്നെ. ഞാൻ റെഫർ ചെയ്യട്ടോ, തോൽക്കുന്ന ആള് ഉറപ്പായിട്ട് ഒരു പാട്ട് പാടണം. അത്രേ ഉള്ളൂ. സമാധാനം, ഞാൻ പാട്ട് പാടിക്കോളാം. അയ്യോ, ഇങ്ങനെ അങ്ങ് തോന്നില്ലേ? സ്റ്റാർട്ട് ചെയ്തോ. ഞങ്ങളെ രണ്ടാളോ? നിങ്ങൾ രണ്ടുമാണ്. ചേച്ചിയുടെ പേരെന്താ? പറയത്തില്ല. നിന്റെ ഈ പിന്നില്ലേ, ഇതെവിടുന്ന് മേടിച്ചയാ? എന്റെ അമ്മേടെ പല്ലിന് നല്ല ഹോൾസ് ഉണ്ട്. ഓ. ചേച്ചിയുടെ മൂക്കിന് എന്താ മൂക്കുത്തി കുത്തിയേ? നിന്റെ കണ്ണി എന്താ ഈ ബ്ലാക്ക്? ചേച്ചി എന്തിനാ പൊട്ട് തൊടുന്നേ? നീ എന്തിനിപ്പോ സംസാരിക്കുന്നേ? ഈ ലൈറ്റിന്റെ ഈ ലൈറ്റ് എന്റെ കണ്ണിലേക്കാണ് അടിക്കുന്നത്. അയ്യോ, എസിക്ക് നല്ല തണുപ്പുണ്ടല്ലേ? എനിക്ക് ഞാൻ പാടിക്കണം. ജയിച്ചിരിക്കുന്നു. അപ്പൊ അനിശ്ചിത എന്തായാലും ഒരു പാട്ട് പാടണം നമുക്ക് വേണ്ടിട്ട്. അപ്പൊ തുടങ്ങിക്കോളൂ, ഒരു പാട്ട് നമുക്ക്. അല്ലാത്ത പണിയെ പോയി. ഇതോ ചേച്ചി നാടൻ പാട്ടൊക്കെ പാടുന്നല്ലേ? മലയാട്ടി വാറാത്തു മാലാത്തി മൊടാത്തി മണ്ണെടുപ്പ പോഞ്ചാളു മാനുപീലി മയക്കുവ മാടാത്തു കുയലന പുള്ളിച്ചീന മീനറീഞ്ചോ. മലയാട്ടി വാറാത്തു മാലാത്തി മൊടാത്തി മണ്ണെടുപ്പ പോഞ്ചാളു മാനുപീലി മയക്കുവ മാടാത്തു കുയലന പുള്ളിച്ചീന മീനറീഞ്ചോ. ലെല്ലേ ലെല്ലേ ലെല്ലി ലെല്ലി ലെലിലോ ലെല്ലി ലെല്ലിലേലോ ലെല്ലേ ലെല്ലേ ലെല്ലി ലെല്ലി ലെലിലോ ലെല്ലി ലെല്ലിലേലോ. അടിപൊളി 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 അടിപൊളി.
അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. ഈ സിനിമയിൽ ഒരു പാട്ട് പാടിയിട്ടുണ്ടെന്ന് നമുക്കറിയാം അല്ലെ? ആ പാട്ടാണോ ഈ പാട്ട്? അല്ല അല്ല. അല്ല, ആ പാട്ട് ഇവിടെ പാടാൻ പറ്റുമോ? ഇപ്പൊ പാടാം. ഇപ്പൊ പറ്റില്ലല്ലേ? ഓക്കെ, സിനിമ കണ്ടിട്ട് സിനിമ ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ ആ പാട്ട് കേൾക്കാം. അപ്പൊ എങ്ങനെയാണ് ആ ഒരു പാട്ട് പാടാനുള്ള ഒരു അവസരത്തിലേക്ക് എത്തിയത്? അത് ലൊക്കേഷനിലില്ലേ, ഞാൻ ഓൾറെഡി നാടൻ പാട്ട് പാടുന്നതാണ് അറിയാം എല്ലാവർക്കും. അപ്പോൾ ഞങ്ങളുടെ ഈ കഥ എഴുതിയ പ്രകാശ് സാറ് എന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ വാ നമുക്ക് പാടാം എന്ന് പറഞ്ഞ് വിളിക്കും. ഇരിക്കുമ്പോൾ വന്ന് വിളിക്കും, വാ പാടാം, അടുത്ത പാട്ട് പാടാൻ പറഞ്ഞ് വിളിക്കും. അങ്ങനെ പാടിയപ്പോൾ ഈ സാറിന് എൻ്റെ വോയിസ് സെറ്റാണെന്ന് തോന്നി. അപ്പോൾ ഈ സിനിമയിലൊരു പാട്ട് പാടാം നമുക്കെന്ന് പറഞ്ഞു. ഇപ്പൊ ഈ ട്രൂപ്പിലൊക്കെ പാടാനൊക്കെ പോകുന്നതല്ലേ, അപ്പൊ എന്തെങ്കിലും പോയ സമയത്ത് എന്തെങ്കിലും രസകരമായിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? രസകരമായിട്ട് എനിക്ക് ട്രൂപ്പിൽ പോകുമ്പോൾ തന്നെ ഒരു വേറെ വൈബാണ്, നല്ല പോസിറ്റീവായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ പോകുമ്പോ എല്ലാം അടിപൊളിയാണല്ലേ. അപ്പൊ ആവണിക്കുട്ടി കഴിഞ്ഞ ദിവസം 2 ദിവസം മുന്നേ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ എല്ലാവർക്കും, വീഡിയോസ് ചെയ്യുന്ന ആളുകൾക്കും ഒക്കെ ഒരുപാട് ആളുകൾക്ക് ഭയങ്കര ഒരു മോട്ടിവേഷൻ കൊടുക്കുന്ന ഒരു സംഭവം തന്നെയാണ് കഴിഞ്ഞ ദിവസം ചെയ്തൊരു വീഡിയോ. ഏതാന്ന് ഓർക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ വീഡിയോ ചെയ്യുന്ന മാത്രമല്ല, എല്ലാ പണിയും അമ്മയാണല്ലേ ചെയ്യുന്നത്. അപ്പം വീഡിയോ ആയിട്ട് ഒരു ബന്ധവും ഇല്ല, നമ്മൾ ചെയ്യുന്നു, ഞാൻ ചെയ്യുന്നു, പോകുന്നു, പഠിക്കുന്നു, ബാക്കി ഫുൾ അമ്മയാണ്. ഓക്കെ, അപ്പൊ ഞാൻ ആ ഒരു വീഡിയോ കാണിക്കാം. അപ്പൊ ആവണിക്കുട്ടിക്ക് അപ്പം മനസ്സിലാവുമല്ലോ. ഇതാണ്ട് ഈ ഒരു വീഡിയോ ഓർക്കുന്നുണ്ടോ? ഞാനപ്പോ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ആ കമന്റ് ഒന്ന് വായിക്കാവേ. ഇതിനകത്ത് കമന്റ് ചെയ്തേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, യൂട്യൂബിൽ കളിക്കാതെ പോയി കലോത്സവത്തിന് പ്രോഗ്രാം ചെയ്ത് ഫസ്റ്റ് പ്രൈസ് വാങ്ങാൻ നോക്ക്, എന്നിട്ട് അതിന്റെ വീഡിയോ പോസ്റ്റ് ചെയ്യും. നേരെ ആ ഒരു കമന്റ് ഇട്ടിട്ട് ആ വീഡിയോ ഇട്ടേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നേരെ പോയി ഒരു കലാതിലക പട്ടകം വാങ്ങിച്ചുകൊണ്ട് ഇങ്ങി പോന്നു. വെറും ഫസ്റ്റ് പ്രൈസ് മാത്രമല്ല, കലാതിലക പട്ടമാണ് വാങ്ങിച്ചുകൊണ്ടുള്ളത്. അപ്പൊ ഇത്തരം നെഗറ്റീവ്സ് കമന്റ് ഒക്കെ ഇട്ട ആളുകൾക്ക് ഒരുപാട് ആളുകളുണ്ട് ഇതുപോലെ നെഗറ്റീവ്സ് കമന്റ് കാരണം തളർന്നു പോകുന്നവര്. അങ്ങനെയുള്ളവർക്കൊക്കെ വലിയൊരു മോട്ടിവേഷൻ ആണ് ആവണിക്കുട്ടി. അപ്പൊ ഇങ്ങനെയൊക്കെ ഇടുന്ന കമന്റ്സ് ഒക്കെ ഇടുന്ന ആളുകളോടൊക്കെ മോക്ക് എന്താ പറയാനുള്ളത്? എന്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ കമന്റ് ചെയ്യുന്നവർക്ക് കുട്ടികളെ കുറിച്ച് അറിയില്ല, അതുകൊണ്ടാണ് അവരിങ്ങനെ കമന്റ് ചെയ്യുന്നത്. ആദ്യമൊക്കെ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു, എന്തിനാ അപ്പൊ ഇങ്ങനെ കമന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അമ്മ അച്ഛനോട് പോയി പറയും. ആ അച്ഛനും അമ്മയും ഇങ്ങനെ സങ്കടത്തോണ്ടിരിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ അവരെന്നോട് പറയും. അപ്പൊ നമ്മളെല്ലാരും ആദ്യം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ സങ്കടത്തിലായിരുന്നു. പിന്നെ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, ഇങ്ങനെ കമന്റ് ഇടുമ്പോൾ ഇവർക്ക് കുട്ടികളെ കുറിച്ച് അറിയില്ല, അതുകൊണ്ടാണ് അവരിങ്ങനത്തെ നെഗറ്റീവ് കമന്റ് ഇടുന്നത്. അപ്പൊ നമ്മൾ ഇതൊന്നും നോക്കണ്ട, നമുക്ക് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കാം. ഒരാൾ നെഗറ്റീവ് കമന്റ് ഇട്ടാല് ബാക്കിയുള്ളവർ ഇട്ടുകൊണ്ടിരിക്കും. ഒരാള് പോസിറ്റീവ് കമന്റ് ഇട്ടാല് അവര് ആ കമന്റ് നോക്കിയാൽ എല്ലാം നല്ല കമന്റ് ആയിരിക്കും. അപ്പൊ അമ്മ അതൊന്നും നോക്കണ്ട, നന്നായി ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. എന്തായാലും കൊടുത്ത നല്ലൊരു മറുപടി തന്നെയായിരുന്നു അല്ലേ അത്? ഒരു തിരിച്ചൊരു സംസാരം ഉണ്ടായില്ല, ഒന്നും പറഞ്ഞില്ല, നേരെ എന്താണോ ആ ഒരു കമന്റിനകത്ത് പറഞ്ഞത് അത് അതേപോലെ ചെയ്ത് കാണിച്ചു അല്ലെ? കലാതിലക പട്ടമാണെന്ന് നമുക്കറിയാം. ഏതൊക്കെ ഐറ്റംസ് ആണ് പങ്കെടുത്തിട്ടുള്ളത്? എനിക്ക് 2 പ്രാവശ്യം കലാതിലകം കിട്ടി. ഒന്ന് 4th സ്റ്റാൻഡേർഡ് ഉണ്ടായ സമയത്ത്, ഒന്ന് 5th സ്റ്റാൻഡേർഡ്. ഇപ്പൊ കഴിഞ്ഞ വർഷം കിട്ടിയത് ലളിതഗാനത്തിന് 2nd A ഗ്രേഡ്, പിന്നെ മോണാക്ടിന് 1st A ഗ്രേഡ്, നാടോടി നൃത്തത്തിന് 2nd A ഗ്രേഡ്. ഇപ്രാവശ്യം നേരെ തിരിച്ച്, മോണാക്ടിന് 2nd A ഗ്രേഡ്, കഴിഞ്ഞ പ്രാവശ്യം 2nd A ഗ്രേഡ് കിട്ടിയതിന് ഇപ്രാവശ്യം ലളിതഗാനത്തിനും പിന്നെ നാടോടി നൃത്തത്തിനും 1st A ഗ്രേഡ്. എന്തൊക്കെ ഐറ്റംസ് ആണല്ലേ! ഇത്രയൊക്കെ എങ്ങനെ ഈ തലയിൽ കൂടി ഇതെല്ലാം ഓടുന്നത് ഇതൊക്കെ? അത് അങ്ങനെ ചോദിച്ചാ എന്താ പറയാ? അല്ല, ആദ്യം ആരാണ് ഇതുപോലെ കലാപരമായിട്ട് ആവണിക്കുട്ടിക്ക് ഇതുപോലെ കഴിവുകളൊക്കെ ഉണ്ടെന്നൊക്കെ തിരിച്ചറിഞ്ഞ ആരാ? അത് ഈ പുലിമുരുകൻ ഇറങ്ങിയ സമയത്ത് അതിലത്തെ ഒരു സീൻ ഞാൻ അവിടെ ചെയ്ത് കാണിച്ചത്. നമ്മളെ ഇങ്ങനെ ലാലേട്ടന്റെ ബാല്യകാലത്ത് ചെയ്യുന്നില്ലേ, ഇങ്ങനെ പുലിയെ കൊല്ലണം എന്ന് പറഞ്ഞിട്ട്, അത് ഞാൻ ചെയ്തു, അമ്മക്ക് കാണിച്ചെടുത്തു. ആ സമയം അമ്മ പറഞ്ഞു, നിക്കിതെല്ലാം ചെയ്യാൻ കഴിയുന്നുണ്ട് പറഞ്ഞ അമ്മ അതൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പഴയ ഫോണിലുണ്ടായിരുന്നു. ആ ഫോൺ പൊട്ടിപ്പോയി. അപ്പോൾ എന്താണെന്നറിയില്ല, പെട്ടെന്ന് ഓഫായി പോയി. അങ്ങനെ അമ്മക്കും അച്ഛനും എനിക്ക് ഇങ്ങനത്തെ ഒരു കഴിവുണ്ടെന്ന് മനസ്സിലായി. പിന്നെ ഞാൻ 1 വയസ്സിൽ തന്നെ ജനറൽ നോളജ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ അങ്ങനത്തെ ഒരു പരിപാടിക്ക് ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ അച്ഛനും അമ്മക്ക് തിരിച്ചറിയാൻ പറ്റി. അങ്ങനെ പറ്റി. ഇങ്ങനെ നമ്മളൊരു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് വലിയൊരു ജേണി തന്നെയായിരുന്നു ഇത്. അപ്പം ആ ഒരു മോള് ടിക്ടോക്കിൽ നിന്ന് പെട്ടെന്ന് ഈ ഒരു സിനിമയിലേക്ക് വരെ എത്തി, ഇത്രയും വലിയൊരു യാത്ര മോള് നടത്തി. അപ്പൊ മോക്ക് എന്താണ് ഇപ്പൊ തോന്നുന്നത്? ഇപ്പം
ഇപ്പൊ തോന്നുന്നത് എന്താന്ന് വെച്ചാൽ അഭിമാനം. അഭിമാനം പിന്നെ അല്ല, അച്ഛനും അമ്മയ്ക്കും മോള് വലിയൊരു അഭിമാനം തന്നെയാണ്, ഞങ്ങൾക്കും പിന്നെ അല്ല, അത്രേ ഉള്ളൂ. അപ്പം അനിഷിതയിലേക്ക് വരുമ്പോഴത്തേക്കും, അനിഷിത ഫസ്റ്റ് മൂവി തന്നെയല്ലേ ഇത്? അപ്പം ഫസ്റ്റ് മൂവിയിൽ ഫസ്റ്റ് സീൻ അഭിനയിക്കാൻ നിന്ന ഒരു മൊമെന്റ് ഓർമ്മയുണ്ടോ? അയ്യോ ആകെ വിറച്ച്. ഫസ്റ്റ് ആയിട്ടാണ് ക്യാമറ കാണുന്നത്, ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ നിന്ന് ചെയ്യുന്നേ, അതിന്റെ ടെൻഷനും പേടിയും എല്ലാം ഉണ്ടായിരുന്നു. അയ്യോ അതൊന്നും ആലോചിക്കുമ്പോ കയ്യും കാലും. അങ്ങനെ എന്തെങ്കിലും ഈ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഉണ്ടായ എന്തെങ്കിലും രസകരമായിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടാവില്ല? തീർച്ചയായിട്ടും ഉണ്ടാവും. രസകരമായിട്ടുള്ള അനുഭവം എന്ന് ചോദിച്ചാല്, ഇതില് നിങ്ങൾക്ക് എല്ലാവർക്കും കാണുമ്പോ സങ്കടം വരുന്ന ഒരു സീനുണ്ട്. അത് ഞങ്ങൾ എല്ലാരും ചെയ്തത് ചിരിച്ചുകൊണ്ടാണ്. നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. നിങ്ങൾ ചിലപ്പോ അവിടെ ഇരുന്ന് കരഞ്ഞു എന്നും വരും. ആ സീൻ കാണുമ്പോൾ കരച്ചിൽ വരും. ആ സീൻ ഞങ്ങൾ ചെയ്തത് ഞങ്ങൾ സന്തോഷത്തോടെ, അതും ചേച്ചി പറയണ്ടല്ലോ, ഓർമ്മയുണ്ടല്ലോ, ഞങ്ങൾ ആ സീൻ എടുക്കുന്ന സമയത്ത് ഒരുപാട് ചിരി ചിരിച്ചു. പക്ഷെ എനിക്ക് അങ്ങനെ സന്തോഷിക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് ആ സമയം പനി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇതിൽ ഡാൻസ് ഉണ്ട്. ആ സമയം ഞാനിങ്ങനെ ഡാൻസ് അത്ര എനർജിയിലൊന്നും കളിച്ച് ശീലമില്ല, പക്ഷെ നല്ല കളിച്ചിട്ടുണ്ട്. ഈ ഭരതനാട്യം, ഫോക്ക് ഡാൻസ് അങ്ങനത്തെ എല്ലാം കളിച്ചിട്ടുണ്ട്. ഞാൻ ഈ മോഡേൺ ഡാൻസ് കളിച്ച് ശീലമില്ല. പക്ഷെ അങ്ങനെ കളിച്ച സമയത്ത് എനിക്ക് കാലിനൊരു പെയിൻ വന്നുപോയി. ആ സമയം 2 ദിവസം എനിക്ക് ഷൂട്ടിന് പോകാൻ പറ്റിയില്ല. പിന്നെ ഈ സീൻ വരുന്ന സമയത്ത് എനിക്ക് നല്ല പനി പിടിച്ചു. അപ്പൊ ഓരോ സീനിനും പറയാൻ ഇതുപോലെ എന്തെങ്കിലും അനുഭവങ്ങൾ ഇതിന്റെ പിന്നാമ്പുറത്ത് ഉണ്ടാവുമല്ലേ? ഒരുപാടുണ്ട്. ഓക്കെ, അപ്പം ഫസ്റ്റ് സീൻ ഷൂട്ട് ചെയ്ത സമയത്ത് ഇതുപോലെ ടെൻഷന് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഇതൊക്കെ എൻകറേജ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന് ആരായിരുന്നു? എല്ലാരും നല്ല സപ്പോർട്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത മോളെ നിന്നെ കൊണ്ട് പറ്റും, ഉറപ്പായിട്ടും പറ്റുന്നൊക്കെ പറഞ്ഞ അത്രയും മോട്ടിവേറ്റ് ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ഡയറക്ടർ സാർ. അപ്പം ഡയറക്ടർ സാറിനെ പറ്റി ഒരു 2 വാക്ക് നമുക്ക് കേൾക്കാം. ഡയറക്ടർ സാറിനെ പറ്റി 2 വാക്ക് എന്ന് പറഞ്ഞാല് രണ്ട് വാക്ക്. അതിലധികമായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഡയറക്ടർ സാറ് ഭയങ്കര എഫേർട്ട് എടുത്തിട്ടാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത് തന്നെ. അപ്പോൾ ഈ സിനിമ നല്ലോണം റീച്ച് ആവും എന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. പിന്നെ ഇനി എന്താ, 2 വാക്കില്ലേ? പറഞ്ഞോ. ഞാൻ ഫസ്റ്റിൽ ചെയ്യുമ്പോ എനിക്ക് തന്നെ ഒരു ഇതില്ലായിരുന്നു, ഞാൻ ചെയ്യുമോന്ന്. അപ്പത്തേക്കും സാറ് പറഞ്ഞു നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും, ഈ ട്രൈ ചെയ്യും. ആ സാറ് തന്നൊരു ഇതുണ്ട്. പിന്നെ ജിതേഷ് ചേട്ടൻ, ക്യാമറമാൻ ചേട്ടൻ, നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ എല്ലാവരുടെ പിന്നാലെയും നല്ലോണം ഓടി. ഞങ്ങളെക്കാളും കഷ്ടപ്പെട്ടത് ജിതേഷ് ചേട്ടനാണ്. എല്ലാവരുമായിട്ട് നല്ലൊരു ഹാപ്പി വൈബിൽ തന്നെയായിരുന്നല്ലേ പൊക്കോണ്ടിരുന്നത്. അപ്പൊ കുറച്ചു നേരം കൂടെ നമ്മൾ സംസാരിച്ചു. അപ്പൊ ഇനി നമുക്കൊരു സെഗ്മെന്റിലോട്ട് പോയാലോ? സെഗ്മെന്റിന്റെ പേരെന്താന്ന് പറയട്ടെ? ഒരു മിനിറ്റ് ഞാൻ എടുക്കട്ടെ. നിങ്ങൾക്കുമാകാം ബുദ്ധിമാൻ. അതായത് നിങ്ങൾക്കുമാകാം ഓഡിഷൻ പ്രോഗ്രാം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം അതേപോലുള്ള വേറൊരു ഇത്. ഓക്കെ, ഇത് ഒരുപാട് വായനാശീലം ഉള്ളവർക്ക് മാത്രം പങ്കെടുക്കാൻ കഴിയുന്ന ഒരുപാട് വായനാശീലമുള്ള ആളുകൾക്ക് മാത്രം പങ്കെടുക്കാൻ കഴിയുന്ന ഒരു കുസൃതി ചോദ്യ മത്സരമാണ്. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾ ഒരു ഉത്തരം പറഞ്ഞ് തെറ്റിച്ചാൽ എന്താ സംഭവിക്കാന്നറിയോ? എന്നെ പറ്റി 2 വാക്ക് പൊക്കി പറയണം. ഡീലാണല്ലോ? ഓക്കെ, അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ലോകത്തുള്ള എല്ലാ മലയാളികളും ഭയങ്കര ബുദ്ധിമുട്ടുന്ന ഒരു ചോദ്യമാണിത്. കാര്യം അധികം ആരും കേട്ടിട്ടില്ലാത്ത, ഒരു ഫ്രഷ്നസും ഇല്ലാത്ത ഒരു ചോദ്യമാണ് ഞാൻ ഫസ്റ്റ് ചോദിക്കാൻ പോകുന്നത്. ആരാദ്യം മറുപടി പറയാൻ പോകുന്നത്? ചേച്ചി അല്ലേ എന്നെ കാണി മൂത്ത്? ചേച്ചി പറഞ്ഞാൽ മതി. ചേച്ചി ഞാൻ. ഓക്കെ, അപ്പൊ നമ്മുടെ ആവണിക്കുട്ടിയോട് തന്നെ ചോദിക്കാം. താങ്കൾക്കുള്ള ഫസ്റ്റ് ചോദ്യം. ഇങ്ങനെ പേടിപ്പിക്കല്ലേ? ഇതാ, അത്രയും വലിയ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുന്നത്. ആലോചിച്ച് ഉത്തരം പറയണം. ഓക്കെ, ഞാൻ പുറത്തു പോയിട്ട് വരാം. ചേച്ചി ഇവിടെ ഇരുന്നാ മതി മര്യാദക്ക്. ചോദിക്കട്ടെ? ഞെട്ടില്ല വട്ടയില്ല. കിണറോ? അടിപൊളി. അറിയില്ലേ? എനിക്കറിയാം. ആലോചിച്ച് നോക്കൂ. ഞെട്ടില്ല വട്ടയില്ല. പപ്പടം. The right answer. ഞാൻ ആദ്യം കുറച്ച് ബിൽഡപ്പ് ഒക്കെ കൊടുത്തെങ്കിലും ഇവിടെ അനിശ്ചിതയ്ക്ക് അറിയായിരുന്നു.
ഉത്തരം നന്നായി. ഓക്കെ. ഞാൻ ആദ്യം കുറച്ച് ബിൽഡപ്പ് ഒക്കെ കൊടുത്തിട്ടെങ്കിലും അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമായിരുന്നു. എങ്കിലും കുഴപ്പമില്ല. ഇപ്പം എനിക്കും ഇതുപോലൊന്നും ആദ്യം ചില സാധനങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് ഒരു വിഷയം. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ചേട്ടനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും. അയ്യോ, എന്താണോ അത്. ഡോണ്ട് വറി. അടുത്ത ചോദ്യം ചോദിക്കട്ടെ, അനുഷിതയോടാണ് താങ്കൾക്കുള്ള അടുത്ത ചോദ്യം. ഉറുമ്പിന്റെ അപ്പന്റെ പേരെന്ത്? ഉറുമ്പിന്റെ അപ്പന്റെ പേരെന്ത്? ഇവിടെ ലൈഫ് ലൈൻ ഇല്ല, ലൈഫ് ലൈൻ ഇല്ല. ഇവിടെ തോറ്റു കഴിഞ്ഞിട്ട് ഇവിടെ പറയാം. ഓക്കെ. ഓക്കെ, തോറ്റോ പറയടി. ആൻഡ് ആൻഡ് ആൻഡപ്പൻ. റൈറ്റ് ആൻസർ. അടിപൊളി, അടിപൊളി. ഇവിടെ ആൻസർ അയ്യോ അതിന് പുകഴ്ത്താണോടി. പുകഴ്ത്തിക്കോ. ഞാൻ പറഞ്ഞോ? ഇല്ല, ഒരു വാക്ക് വെച്ച് പറഞ്ഞാൽ മതി. ഒരു സെന്റൻസ് പറഞ്ഞാൽ മതി. ആവശ്യമാണെങ്കിൽ പറഞ്ഞു. ചേട്ടനെ പോലെ പറയുന്നേ. ചേച്ചിക്ക് പകരം ഞാൻ പറയട്ടെ? ഓക്കെ, എന്നാ മോള് പറഞ്ഞു. ചേട്ടനെ കാണാൻ അടിപൊളിയാണ്. പിന്നെ ബാക്കി ഒരുപാട് ചോദ്യങ്ങളുണ്ട്, പറഞ്ഞ് സ്റ്റോക്ക് തീർക്കല്ലേ. ഇത് മതി, ധാരാളം. അപ്പം അടുത്ത ചോദ്യം ആവണിക്കുട്ടിയോട്. കരയും തോറും ആയുസ് കുറഞ്ഞു വരുന്നത് ആരുടെയാണ്? കരയും തോറും ആയുസ് കുറഞ്ഞു വരുന്നത് ആരുടെയാണ്? കരയും തോറും ആയുസ് കുറഞ്ഞു വരുന്നതോ? ആലോചിക്കൂ. കുസൃതി ചോദ്യമാണല്ലോ. കുസൃതി ചോദ്യം. മാനശീലമുള്ളവർക്ക് മാത്രം ആൻസർ പറയാൻ പറ്റുന്ന ചോദ്യമാണിത്. കരഞ്ഞുകൊണ്ടിരുന്ന ആയുസ് കൂടുന്നത്. കൂടുന്നതോ? കൂടുന്നതാണെങ്കിൽ അല്ല, ആയുസ് കുറയുന്നത്. ആയുസ് കുറയുന്നത് എനിക്ക് വായനശീലമില്ല. അപ്പം ഇവിടെ പാസ് ചെയ്യാൻ അറിയാമോ? ഓക്കെ ഓക്കെ. അപ്പം ആ ഒരു ക്വസ്റ്റ്യന്റെ ഉത്തരം ഞാൻ പറയട്ടെ. മെഴുകുതിരി. കൊല്ലരുത് എന്നെ പറ്റി രണ്ട് നല്ല വാക്ക് പറഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാം. ഓരോ എന്താ തട്ട് കഴിയുമ്പോഴും 2-3 വാക്ക് കൂടുതലാണല്ലേ? അതെ. ഞാനെന്താ പറയാ? എങ്ങനെയുണ്ട് നമ്മുടെ ചോദ്യങ്ങളൊക്കെ? അടിപൊളിയല്ലേ? അടിപൊളി. നിക്ക്, ഞാൻ പറയാ ചേട്ടനെ പറ്റി. ചേട്ടൻ ഇട്ടിട്ടുള്ള ഡ്രസ്സ് അടിപൊളിയാണ്. പിന്നെ ചേട്ടൻ ഈ കമ്മല് കാത് കുത്തിയിട്ട് കാണാൻ അടിപൊളിയാണ്. രണ്ടുപേരായി മതി. ഇനി അടുത്ത നമുക്ക് അനുഷിതയോട് ചോദിക്കാം. അനുഷിതയോടുള്ള ചോദ്യം, വെളുക്കുമ്പോൾ കറക്കുന്നതും കറക്കുമ്പോൾ വെളുക്കുന്നതുമായ വസ്തു ഏതാണെന്ന് പറയാമോ? അതായത് വെളുപ്പാൻ കാലത്ത് ഇത് അയ്യോ, ഞാൻ ഉത്തരം പറഞ്ഞു. ഞാൻ ഉത്തരം അങ്ങ് പറയാം. ടഫ് അല്ലേ? ആൻസർ അറിയില്ലല്ലോ. ഇല്ലല്ലോ. ഞാനും ക്വസ്റ്റ്യൻ പറഞ്ഞ് നിന്ന് ചീഞ്ഞെങ്കിലും ഞാൻ അതിന്റെ ഉത്തരം അങ്ങ് പറയാം. പാലാണ്. അതായത് വെളുക്കുമ്പോൾ കറക്കുന്നത്. നമ്മൾ വെളുപ്പാൻ കാലത്തല്ലേ പശുവിനെ കറക്കുന്നത്, അതേപോലെ കറക്കുമ്പോൾ വെളുക്കുന്നതുമായ. നമ്മൾ കറന്നു വരുമ്പോ വെളുത്ത കളറല്ലേ വസ്തു. കല്ലരുത്, ഇത് കുഴപ്പമില്ല. ക്വസ്റ്റ്യൻ പറഞ്ഞ് ഞാൻ ചീഞ്ഞതുകൊണ്ട് ഇതിന്റെ നിങ്ങളാരും ആൻസർ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ? അയ്യോ. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മണിക്കുട്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്, നമുക്ക് സമയം വളരെ കുറവാണ്. അടുത്തതിലേക്ക് പോയാലോ? ടെൻഷൻ ഉണ്ടോ? അതൊന്നും എനിക്ക് ഒട്ടുമില്ല. ഇല്ലല്ലോ, ടെൻഷൻ ഇല്ലല്ലോ. ചേച്ചിക്കില്ലല്ലോ? ഓക്കെ. എല്ലാ ദിവസവും ഉപ്പിലിടുന്ന വസ്തു ഏതാണ്? എല്ലാ ദിവസവും ഉപ്പിലിടുന്ന വസ്തു ആരോട്? എന്നോടല്ലേ? ഉപ്പിലിടുന്ന വസ്തു അല്ലെങ്കിൽ കുഴപ്പമില്ല, രണ്ടുപേരും ആലോചിച്ച് ഒരുമിച്ച് ഉത്തരം പറഞ്ഞോളൂ. ആലോചിച്ച് പറഞ്ഞോളൂ. എല്ലാ ദിവസവും ഉപ്പിലിടുന്ന വസ്തു. ഉപ്പിലിടുന്ന, ഞാൻ പറയട്ടെ? സ്പൂൺ. റൈറ്റ് ആൻസർ. എനിക്ക് വയ്യ. ഓക്കെ. അനുഷിതയോടാണ് അടുത്ത ചോദ്യം. തേനീച്ച മൂളുന്നത് എന്തുകൊണ്ട്? ഞാൻ പറയട്ടെ? പറഞ്ഞോളൂ. എന്തുകൊണ്ടാ മൂളുന്നത്? വായുണ്ട്. തെറ്റി. 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 ഞാൻ ഉത്തരം പറയട്ടെ? വേണ്ട. വേണ്ട. ഉത്തരം പറയണ്ടേ? പറയാതെ എങ്ങനെയാ ഇത് മുന്നോട്ട് പോണ്ടേ? ഓക്കെ. അതിന്റെ ഉത്തരം, തേനീച്ച മൂളുന്നത് എന്തുകൊണ്ട്? അതിന് സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ട്. അടിപൊളിയല്ലേ ചോദ്യം? ഇത്രയും ബ്രില്യന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കണ്ടെത്തിക്കൊണ്ട് വന്നതാണ്. സത്യം. അതിന് നിങ്ങളെ എന്റെ അനിയൻ പറയുന്ന പോലെ നാട്ടവടി എടുത്തിട്ട് തലമണ്ടക്ക് തല്ലണം. നമുക്ക് അടുത്തൊരു 2 ചോദ്യം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിർത്താം. ഓക്കെ. അനുഷിതയോടെ തന്നെ ചോദിക്കാം. ചപ്പാത്തിയും ചിക്കൻ ഗുനിയൻ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എന്തോന്ന്? ചപ്പാത്തിയും ചിക്കൻ ഗുനിയൻ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ രണ്ടുപേരും ആലോചിച്ച് പറഞ്ഞോളൂ. ലൈഫ് ലൈൻ ഇല്ല, ഫോൺ എ ഫ്രണ്ട് ഇല്ല, 50-50 ചാൻസ് ഒന്നും ഇല്ല. ആലോചിച്ച് ഉത്തരം പറയണം. ചപ്പാത്തിയും ചിക്കൻ ഗുനിയയും തമ്മിലുള്ള വ്യത്യാസം.
ചപ്പാത്തി പരത്തുന്നു ചിക്കൻ കുനി എന്ന് പറഞ്ഞ എന്താ സാധനം? ചിക്കൻ കുനിയ അസുഖം, കൊതു ഒക്കെ ഇങ്ങനെ കുത്തിയിട്ട് വരുന്ന അസുഖം. ചപ്പാത്തി പരത്തുന്നു ആ ചിക്കൻ മറ്റേ ചിക്കൻ കുനി എന്താ ചിക്കൻ കുനിയ ആ പറക്കുന്ന കൊതു അതുണ്ടാക്കുന്നു. പരത്തുന്നു. അത്രേ ഉള്ളൂ. അതായത് ചപ്പാത്തി നമ്മൾ പരത്തുന്നു, ചിക്കൻ കുനിയ കൊതു പരത്തുന്നു. അപ്പൊ ഇനി അടുത്ത ചോദ്യം. ഉത്തരം കറക്റ്റാ. ആ ഉത്തരം കറക്റ്റ് ആണ്. കൺഗ്രാജുലേഷൻ മുതൽ അടിപൊളിയായിട്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലൊക്കെ പോയാലോ. ലോകത്തുള്ള ഏതു ഭാഷയും നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു കണ്ടുപിടുത്തമുണ്ട് ലോകത്ത്. ലോകത്തുള്ള ഏതു ഭാഷയും നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു കണ്ടുപിടുത്തം. എത്ര വലിയ ടഫ് ആയിക്കോട്ടെ, എത്ര എളുപ്പമുള്ളതായിക്കോട്ടെ, നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു കണ്ടുപിടുത്തം. ലോകത്തെ തന്നെ ഞെട്ടിച്ചൊരു കണ്ടുപിടുത്തം. ഞാൻ പറയട്ടെ, ചേച്ചിക്ക് അറിയില്ലേ? പേനയാണ്. ആവണിക്കുട്ടി ഭയങ്കരമായിട്ട് സ്കോർ ചെയ്തോണ്ടിരിക്കുകയാണ്. ഞാൻ ഈ ഇന്റർവ്യൂ കഴിഞ്ഞ ശേഷം ചേട്ടനോട് സത്യം പറയാട്ടാ. കഴിഞ്ഞ ശേഷം മതി. പിന്നെ ഞാൻ ചേട്ടനോട് ചോദ്യം ചോദിച്ചില്ല. ഒരു ചോദ്യം കൂടെ ചോദിക്കാം നമുക്ക്. ഓക്കെ, ചിരിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം ഏതാണ്? രണ്ടുപേരും ആലോചിച്ച് ഒരുമിച്ച് ഉത്തരം പറഞ്ഞോളൂ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ. എച്ച് ആണോ? ചിരിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരല്ലേ? ആവണിക്കുട്ടിയെ കടത്തി കിട്ടിയ അനുഷിത ആൻസർ പറഞ്ഞിരിക്കുകയാണ്. അത് ഒരെണ്ണം. നമ്മളത് കൺഗ്രാചുലേറ്റ് ചെയ്യണം, എൻകറേജ് ചെയ്യണം അതിനെയൊക്കെ. കൺഗ്രാചുലേഷൻസ്. ഒരു ചോദ്യോത്തര പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? അതിനെ പറ്റി ഒന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു. എന്റെ വക വേണ്ടേ? ആയിക്കോട്ടെ. 1000 മതിലിനുള്ളിൽ ഒരു വെള്ളിവടി. 1000 മതിലിനുള്ളിൽ ഒരു വെള്ളിവടി. 1000 മതിലിനുള്ളിൽ. ഇതിന്റെ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ എന്നെയും ചേച്ചിനെയും പൊക്കി പറയണം. 1000 മതിലിനുള്ളിൽ 4 വരികൾ. 4 വരികൾ. എന്നെ കുറിച്ച് 2 ചേച്ചിനെ കുറിച്ച് 2. 1000 മതിലിനുള്ളിൽ. അങ്ങനെയല്ലോ ഞങ്ങളെ കുറിച്ച് പൊക്കി പറയേണ്ടത്. ആ ഓക്കെ ഓക്കെ, 4 വരി പൊക്കി പറയണം. ചോദ്യം എന്തായിരുന്നു? 1000 മതിലിനുള്ളിൽ ഒരു വെള്ളിവടി. കുസൃതി ചോദ്യമാണ്. ഞാൻ തോറ്റു. ഞങ്ങളെ കുറിച്ച് പൊക്കി പറഞ്ഞാൽ ഞങ്ങൾ ഉത്തരം പറയാം. പൊക്കി പറഞ്ഞാലേ മനസ്സിലായോ? ആരെ പറ്റി ആദ്യം പറഞ്ഞു തുടങ്ങണം? ഞാനല്ല ചോദിച്ചത്, അതുകൊണ്ട് എന്നെ കുറിച്ച് വേണ്ട, ചേച്ചിയെ കുറിച്ച് മതി. അനിഷിത കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്, ഭയങ്കര ട്രഡീഷണൽ ആയിട്ട്, അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. മാത്രമല്ല വളരെ എന്താ പറയാ, വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. എന്നെ കുറിച്ചും പറയാനുള്ളത്. വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. 2 ഭാഗമായില്ലേ? ഇനി അതേപോലെ തന്നെ ആവണിക്കുട്ടിയെ പറ്റി. ആവണിക്കുട്ടി കാണാൻ വളരെ സുന്ദരിയായിട്ട് ഇരിപ്പുണ്ട്. അതേപോലെ തന്നെ വളരെ എന്താ പറയാ, വൈബ്രന്റ് ആയിട്ടുള്ള, ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു കുട്ടിയാണ്. രണ്ടുപേർക്ക് ഈക്വലി ആണ് എല്ലാം പറഞ്ഞിരിക്കുന്നത്. രണ്ടുപേരും അടിപൊളിയാണ്. ഞാൻ ഉത്തരം പറയട്ടെ? ഉത്തരം പറഞ്ഞു. വാഴപ്പിണ്ടി, വാഴക്കുഞ്ഞിന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയും. മനസ്സിലായിട്ടില്ല? വാഴയില്ലേ, 1000 മതിലിനുള്ളിൽ വാഴക്കുഞ്ഞി, അതേ ഈ വാഴേന്റെ ഉള്ളിലാണല്ലോ വാഴക്കുഞ്ഞി ഉള്ളത്. മുറിച്ച് 1000 മതിൽ മുറിക്കണ്ടേ? നല്ല വാഴക്കുഞ്ഞി. നമുക്കിത് ഷോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്തായാലും കുറിഞ്ഞി തീർച്ചയായിട്ടും തിയേറ്ററുകളിൽ വൻ വിജയമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊള്ളുന്നു. നിങ്ങളിനി വലിയ വലിയ ഉയരങ്ങളിലേക്ക് രണ്ടുപേരും എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. അതേപോലെ തന്നെ എനിക്ക് വീണ്ടും നാളെ നിങ്ങളുടെ ഇന്റർവ്യൂ എടുക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ എന്നെയും ആശംസിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇനിയും എവിടെയെങ്കിലും വെച്ച് വീണ്ടും കണ്ടുമുട്ടണം. തീർച്ചയായിട്ടും നിങ്ങൾ വലിയ ഉയരങ്ങളിൽ എത്തണം. അപ്പം വലിയൊരു വിജയം ആവട്ടെ സിനിമ. അപ്പം താങ്ക് യു സോ മച്ച്.